പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നൽകിയ തിരിച്ചടി നരേന്ദ്രമോദിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു എന്ന സർവേ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യൻ സാഹചര്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്ത വിധമാണ് ജനങ്ങളുടെ പിന്തുണ കൂടാൻ കാരണം എന്നാണ് സർവേയിൽ പറയുന്നത്. ടൈംസ് നൗവും VMRഉം സംയുക്തമായി നടത്തിയ സർവേയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപിന്തുണ കൂടിയെന്ന് ടൈംസ് നൗ MVR സംയുക്തമായി നടത്തിയ സർവേയിൽ വ്യക്തമാക്കുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം മോദിയുടെ മൂല്യം 7% വർദ്ധിച്ചതായാണ് സർവേ. ഫെബ്രുവരി 5 മുതൽ 25 വരെയാണ് സർവേ നടത്തിയത്. വോട്ടെടുപ്പിൽ പങ്കെടുത്തവരിൽ 52% മോദിയെ പിന്തുണയ്ക്കുന്നുവെന്നും 27% കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു എന്നും പറഞ്ഞത്. മറ്റ് പ്രാദേശിക നേതാക്കൾക്ക് ലഭിച്ചത് വെറും 7.3% വോട്ടാണ്. ജനുവരിയിൽ നടത്തിയ സർവേയിൽ 44.4% മോദിയുടെ പിന്തുണ, 30% രാഹുൽ ഗാന്ധിക്കും 13.8% മറ്റ് പ്രാദേശിക നേതാക്കൾക്കും അന്ന് ലഭിച്ചിരുന്നു. ഭൂരിപക്ഷം മോദിയെ പിന്തുണയ്ക്കുമ്പോൾ വിശ്വാസ്യതയുള്ള പകരക്കാരനായി 43% ജനങ്ങൾ കണ്ടത് രാഹുൽ ഗാന്ധിയിലാണ്. എന്നാൽ 40% പേർ രാഹുൽ ഗാന്ധിയെ കൈയൊഴിയുകയായിരുന്നു. 46% മോദി ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ 27% പരമാവധി പാലിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം തൊഴിലില്ലായ്മയായിരിക്കുമെന്ന് 40% പേർ പറയുമ്പോൾ 17.7% പേർ കാർഷിക വിഷയങ്ങളും, മൂന്നാമതായി 14% പേർ രാമക്ഷേത്ര നിർമ്മാണവും ഉയർത്തിക്കാട്ടുന്നു. രാജ്യത്ത് 690 ഇടങ്ങളിലായി നടത്തിയ സർവേയിൽ 14,431 വോട്ടർമാരാണ് പങ്കെടുത്തത്. അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പിന്തുണച്ചത് 27% പേർ മാത്രമാണ്. 7.3% പേർ പ്രാദേശിക നേതാക്കളെയും അനുകൂലിച്ചു. നേരത്തെ ജനുവരിയിൽ നടത്തിയ വോട്ടെടുപ്പിൽ 44.4% പേരാണ് മോദിയെ അനുകൂലിച്ചത്. 30% പേർ രാഹുലിനെയും 13.8% പേർ പ്രാദേശിക നേതാക്കളെയും അനുകൂലിച്ചിരുന്നു. തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ തൊഴിൽ നഷ്ടം സംഭവിച്ചതായി 40% പേർ പ്രതികരിച്ചു. സർക്കാർ പുറത്തുവിടുന്ന കൃത്യമായ ഡേറ്റകളേക്കാൾ കൂടുതലാണ് തൊഴിലില്ലായ്മയുടെ എണ്ണമെന്ന് 24% പേർ പ്രതികരിച്ചു. സ്ഥിരം തൊഴിൽ നഷ്ടമെന്ന് പ്രതികരിച്ചത് 36%. അതേസമയം പ്രധാനമന്ത്രിയുടെ കിസാൻ പദ്ധതി കർഷകർക്ക് ഗുണകരമാകുമെന്ന് 30% പേർ മാത്രമാണ് ചിന്തിക്കുന്നത്. രാജ്യത്തെ 690 കേന്ദ്രങ്ങളിൽ 14,431 വോട്ടർമാർ പങ്കെടുത്ത സർവേയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.